എൻ്റെ പേര് ജോഷി ജോസഫ്. ഞാൻ കോട്ടയം ജില്ലയിൽ മരങ്ങാട്ടുപള്ളി ഇടവക സെൻറ്റ് ഫ്രാൻസിസ് അസീസ് ചർച്ചിലാണ് എൻ്റെ ഇടവക. ഞാൻ 2018 ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. അതായത് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ എൻ്റെ പഠനം, അത് 10ാം ക്ലാസ്സിൻ്റെ പഠനമായിരുന്നു. ആ പഠനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് 2024 ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ക്ലാസ്സിൽ പഠിക്കാൻ പോയി. എൻ്റെ മോനായിരുന്നു എൻ്റെ ട്യൂഷൻ സാർ. അങ്ങനെ ഞാൻ പഠിച്ചു. പരീക്ഷയ്ക്ക് ഞങ്ങൾ 34 പേര് പരീക്ഷ എഴുതി. 3 പേര് ഒഴികെ ബാക്കി 31 പേരും ജയിച്ചു. ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് കാശ് രൂപം വാങ്ങി, പേന വാങ്ങി, ഞാൻ പോയി ഇരുന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി ഇരുന്നിടത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ പഠിച്ചു. പക്ഷേ എനിക്കൊന്നും പിടികിട്ടില്ല. ഞാൻ അവിടെ പോയിരുന്നു, പരീക്ഷ എഴുതി. ഇവിടെയൊക്കെ പറയുന്നത് പോലെ തന്നെ ഉപ്പും പേനായും മാതാവിൻ്റെ കാശുരൂപം എല്ലാം എൻ്റെ ശക്തിയാണെന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് പ്രായമായവരാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരീക്ഷ എഴുതാൻ വേണ്ടി ഒന്നരൊക്കെ പ്രായമായവരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ച് പരീക്ഷ എഴുതുന്നൊക്കെ ഉണ്ട്. ഞാനിതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എഴുതി വെച്ചു, ഞാൻ പാസ്സായി. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത്. അതെനിക്ക് അമ്മ മാതാവ് നടത്തി തന്നു. മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. ഇതുകൂടാതെ കൊണ്ട് എൻ്റെ വൈഫിന് ബ്ലീഡിങ് സംബന്ധമായിട്ട് വർഷങ്ങളായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു. ഏത് സമയത്തും ബ്ലീഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്നത് കുവൈറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, അദ്ദേഹം അവിടെ ഇരുന്ന് കരയും. ഇതായിരുന്നു എപ്പോഴും. ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഇരുന്ന് കരഞ്ഞ സമയത്ത് ഞാനിവിടെ ഇരുന്ന് എൻ്റെ വയറേൽ അമ്മയുടെ തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങൾ ആ ഒരു കാര്യം വിട്ടു. പിന്നീട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വേദനയും വിഷമങ്ങളും ആ ബ്ലീഡിങ്ങും എൻ്റെ മാതാവ് എടുത്ത് മാറ്റിത്തന്നു. ഞങ്ങൾക്ക് 6 വർഷം ഇല്ലാതിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. എൻ്റെ മോൻ്റെ പേര് അൽഫോൻസ് ജോഷി എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് പ്രിയ ജോഷി. ഇദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ അവിടെ ഇദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റൽ കാര്യമായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് മാമോഗ്രാം ചെയ്യണം, എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നൊരു ഡോക്ടർ പറഞ്ഞു. അപ്പോൾ വീണ്ടും ടെൻഷനിലേക്കായി. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനോ ഇത് ചെയ്യാനോ പറ്റുന്നൊരു സാമ്പത്തിക സ്ഥിതിയിലല്ല. അപ്പോൾ വീണ്ടും ഇവിടെ വരും, അവിടെ പോയി നിൽക്കും, പ്രാർത്ഥിക്കും, തിരിച്ചു പോകും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഫാദർ 2 മാസങ്ങൾക്ക് മരണപ്പെട്ടു. പെട്ടെന്ന് അദ്ദേഹം ഇവിടെ വരേണ്ട വന്നു. അപ്പോൾ ഞാനിവിടെ വന്നു, ഇദ്ദേഹത്തിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. മാമോഗ്രാം ചെയ്തു. കാരിത്താസ് ഹോസ്പിറ്റലിലായിരുന്നു. മാമോഗ്രാം നെഗറ്റീവാണ്. എൻ്റെ മാതാവ് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. കൂടാതെ അപ്പോൾ അടുത്തത് വരുവാണ്, അദ്ദേഹത്തിൻ്റെ പുറത്തൊരു ചെറിയ മുഴ പോലെ വരുന്നു. അപ്പോൾ ഞങ്ങൾ പാലായിലാണ് താമസിക്കുന്നത്. പാലായിൽ മരീൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് വേണം. അപ്പോൾ ഒരു ചൊവ്വാഴ്ച ചെല്ലുന്നു, വെള്ളിയാഴ്ച വിളിച്ചിട്ട് വരിക. ജിഗുപാൽ എന്നാണ് ഡോക്ടറുടെ പേര്. അദ്ദേഹം പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ വീണ്ടും സങ്കടമായി. അപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം തൊട്ട് തൈലം എടുക്കും, പുറത്ത് വരട്ടും. എന്നിട്ട് മാതാവിനോട് പറയും, എൻ്റെ മാതാവേ എനിക്ക് കത്തി വെക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ 2 മാസങ്ങൾ കഴിഞ്ഞു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കും, പോവും. ഇന്നലെ ഇദ്ദേഹത്തിനെ തിരിച്ച് അവിടെ നിന്ന് വിളിച്ചു പോരാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അവർക്കറിയാമായിരുന്നു. അവർ ചോദിച്ചു എന്തായി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇല്ല, അത് മാറി, ഒരു ശകലം ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ലയെന്ന് പറഞ്ഞു, ഓപ്പറേഷന് പോയില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം അത് പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനും മോനോടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കി. അപ്പോൾ ഒരു ചെറിയൊരു പാട് പോലെ ഉണ്ട്. ഞാൻ അതിൽ ഞെക്കി ചെറുതായിട്ടൊന്ന് പിടിച്ച് ഞെക്കി കഴിഞ്ഞപ്പോൾ ഞാനും മോനും കൂടിയാണ് ഞെക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് അത് പൊട്ടി പുറത്തേക്ക് പോരുവാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു കത്തി വെക്കരുതെന്ന് പറഞ്ഞാൽ മാതാവ് കത്തി വെപ്പിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. ബജാജിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ എടുക്കുന്നവർക്കറിയാം ഇത് വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. കാരണം നമ്മൾ ഒന്നെടുക്കുമ്പോൾ പിന്നെയും കൂടി എടുത്തുകൊണ്ടിരിക്കും. അടുത്തത് തീർക്കാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 58,000 രൂപ എടുത്ത് അടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പറയും മാധവ് എന്താ ചെയ്യുന്നത്, എനിക്ക് ഒരു പിടിയില്ല. ഒരു ദിവസം തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 17,000 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഞാൻ 17,000 പോയിട്ട് അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞില്ല എന്ന് ശരിയാവില്ല, പിന്നീട് ഞാൻ മൊത്തം തീർത്തടച്ചോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു മാനേജറോട് സംസാരിക്കണം. അപ്പോൾ ഞാൻ ആര് വിളിച്ചാലും എടുക്കും.
കാരണം വെച്ചാൽ എടുക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം പ്രശ്നമാവും. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞ ഒരു 12,000 രൂപയ്ക്ക് ആണെങ്കിൽ ഇപ്പോൾ അത് ക്ലോസ് ആവും. അപ്പോൾ 58,000 രൂപ പറഞ്ഞ പൈസ 12,000 വരെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ വീണ്ടും അറേഞ്ച് ചെയ്ത് 5,000 അടച്ചു. ഇനി ഒരു 7,000 കൂടെ അടയ്ക്കാനുണ്ട്. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുവാണ്. പിന്നെ അതുകൂടാതെ കഴിഞ്ഞ ദിവസം വൈഫിൻ്റെ ഒരു ലോൺ കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനത് കഴിഞ്ഞ 4-ാം തീയതി അടയ്ക്കേണ്ടതാണ്. രാത്രി ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ പാലായിൽ ലാലമ്പള്ളി കുർബാനയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നിച്ചപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ കാര്യം വിട്ടുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് പൈസ ഇല്ല, ഇടാതിരിക്കാൻ പറ്റത്തുമില്ല, അപ്പോൾ നാളെ അത് കയറിയില്ലേ വലിയ പ്രശ്നമാവും. അപ്പോൾ ഒരു നിവൃത്തിയില്ല, ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഇങ്ങോട്ടൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാനുണ്ടല്ലോ. എനിക്ക് പോലും ചിന്തിക്കാത്തൊരു പൈസയാണത്. ഇപ്പം തന്നെ അക്കൗണ്ടിൽ ഇട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും അടച്ചു. അപ്പോൾ ഞാൻ ഒരുപാട് എന്താ പറയുക, പ്രാർത്ഥിക്കുമെന്നല്ല, അതുകൊണ്ട് എന്താ പ്രാർത്ഥിക്കുന്നതെന്നോ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ചിലപ്പോൾ ഇരുന്നിട്ട് മാതാവിനോടും ദൈവത്തിനോടും ഒക്കെ കുറ്റം പറയും. കാരണം ഞാൻ മാത്രം എന്താ ഇങ്ങനെയായി പോകുന്നത്. ഇതെല്ലാം ഓരോരോ അത്ഭുതങ്ങൾ എന്നെ കൊണ്ടുതന്നു. എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്ത് വന്നെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ കൂടെ ഒരാളുണ്ട്, അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് കൂടാതെ അതുകൊണ്ട് എൻ്റെ മോന് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട്, ഒരു അലർജിയുടെ അസുഖമുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. എങ്കിൽ പോലും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പുള്ളി എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഓടി അപ്പം ഇച്ചിരി തേൻ എനിക്ക് വേണം, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വയറുവേദന ഉണ്ടാവും, പനി ഉണ്ടാവും. പുള്ളി തന്നെ പറയും, എടുത്തുകൊണ്ട് തരും. ഞാൻ അപ്പോഴേ പറയിട്ടും. അപ്പോൾ ഇതൊന്നും നമുക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത്, അപ്പോഴല്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നുമില്ല, ഇതെല്ലാം മാറി മാറി പോവാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 3-5 വർഷമായിട്ട് ഞാനും മോനും മാത്രമാണ്, വൈഫ് വെളിയിലാണ്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ ലോകമാണ്. അപ്പോൾ പുള്ളിയാണ് എൻ്റെ കൂടെ ഇപ്പോൾ എപ്പോഴും നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഓരോ കാര്യങ്ങളും എൻ്റെ മോനാണ് എന്നെ എല്ലാ കാര്യത്തിലും കൂടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ എൻ്റെ വൈഫ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കൂടാതെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെന്ന് പറഞ്ഞാൽ മാതാവ് തരുന്ന, അല്ലെങ്കിൽ മാതാവ് കാണിച്ചു തരുന്ന. എന്നെ ആരെങ്കിലും ആശുപത്രി പോകാൻ വേണ്ടോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അത് പോയി അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ നോക്കും. പിന്നെ അത് കൂടാതെ കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എൻ്റെ വൈഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹം തന്നെ അത് പറയും. ദൈവകുമാരന് കോടാനുകോടി നന്ദി. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരെ ഞങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ച് നിന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിച്ച ഈ അവസരത്തിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഞാൻ ശരിക്കും ഈ ജൂലൈ 25-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി ഉടനടി അനുഭവം എന്ന് എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ അത് ഇത്ര പെട്ടെന്ന് ആകുന്ന ഒന്നാന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെങ്കിൽ ഇന്നലെ എനിക്കത് ബോധ്യമായി. ഇന്നലെ എൻ്റെ മേഡം എന്നെ വിളിച്ചിട്ട് പ്രിയ എപ്പോഴാണ്, ഞാൻ എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ പേര് പ്രിയ എന്നാണ്, എപ്പോഴാണ് നീ കയറുന്നത്, കാരണം എമർജൻസി ആയിട്ട് വന്നുകൊണ്ട് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ മേഡത്തിനോട് പറഞ്ഞു, മേഡം ഞാൻ ആലോചിച്ചിട്ട് പറയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മേഡം എനിക്ക് എന്ന് സാക്ഷ്യമൊക്കെ അയച്ചു തരുമായിരുന്നു, മേഡം ഇവിടുന്ന് ഉടമ്പടി എടുത്ത ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മേഡം ഞാൻ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡ് എന്നും ഉടമ്പടി തൈലം പുരട്ടുന്നുണ്ട്. അപ്പോൾ ആ മുഴയ്ക്ക് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്, വലുപ്പത്തിന് ഒത്തിരി കുറവ് വന്നിട്ടുണ്ട്, ഒരു ചെറിയ പൊട്ട് പോലെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ്, സാരമില്ല മാതാവിനോട് പ്രാർത്ഥിക്കുക അത് മാറുമെന്ന് പറഞ്ഞ ആ നിമിഷം, ഫോൺ കട്ടാക്കി ആ നിമിഷം ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു, അതിപ്പോൾ പറഞ്ഞല്ലോ, അപ്പം തന്നെ അത് പൊട്ടുകയും അത് പൂർണ്ണമായിട്ട് ഒരു തടിപ്പ് ഒന്നുമില്ലാതെ മാതാവ് എന്നെ അതിശയകരമായിട്ട് വലിയൊരു ഓപ്പറേഷനിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ആത്മീയമായിട്ട് അത് കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നേരത്തെ ആണെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുന്നത് പോലെ പ്രാർത്ഥിക്കാം എന്നൊരു ചിന്തയായിരുന്നു, എങ്ങനെയും പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ബൈബിൾ എന്ന് പറഞ്ഞാൽ 91-ാമത്തെ സങ്കീർത്തനം, 121-ാം സങ്കീർത്തനം, പ്രാർത്ഥന കഴിയുമ്പോൾ അത് മാത്രം വായിക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ ബൈബിൾ നമുക്ക് കിട്ടുന്ന സമയമൊക്കെ വായിക്കുവാനും കൂടുതൽ ബൈബിളിനെ പറ്റിയും ഈശോയുടെ പീഡാസഹനങ്ങളെ പറ്റിയും മാതാവ് അനുഭവിച്ച വേദനകളെ പറ്റിയും അത്ഭുതങ്ങളെ പറ്റിയും ഒക്കെ ഇപ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റുന്നത് ബൈബിൾ വായിക്കുന്നതിലൂടെയും. വേറൊരു കാര്യം, ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും വിഷമങ്ങളോ സഹനങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കണ്ടിന്യൂസ് സാക്ഷ്യം കേൾക്കും. വന്നതിൽ പിന്നെ ഞാൻ ഒരു ധ്യാനം പോലും മുടക്കിയിട്ടില്ല. ആ ധ്യാനം എവിടെ, ഇപ്പോൾ കിച്ചണിലാണെങ്കിലും നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഞാൻ ധ്യാനത്തിൽ ഞാൻ അവിടെ തന്നെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും.
അങ്ങനെ ഒരു ആത്മീയമായ വളർച്ച ഞങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ മോനാണെന്ന് പറഞ്ഞാലും പ്രാർത്ഥനയിൽ ഞങ്ങളെക്കാളും മുന്നേ അവൻ നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും മാതാവിനോട് കൂടെ അടുത്തിരിക്കുവാനും അവനെയും മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഹോസ്പിറ്റലുകളിലും കടകളിൽ ഓട്ടോ സ്റ്റാൻഡുകളിൽ പള്ളികളിൽ ഒക്കെ എല്ലാം എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത ആ മാസം 4 കെട്ട് പത്രം ഞാൻ അന്നേരം തന്നെ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്ത് തീർക്കണമെന്ന്. അടുത്ത മാസം 6 കെട്ട് പത്രം വാങ്ങിച്ചു. അത് ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങൾ 2 ദിവസം കൊണ്ട് അത് പെട്ടെന്ന് കൊടുത്ത് തീർന്നു കഴിയുമ്പം അയ്യോ പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് പറയാം. പിന്നെ മാതാവിനോട് മാതാവേ ഇത് അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കണം എന്ന് പറഞ്ഞാണ് പത്രം കൊടുക്കുന്നത്. പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് ചെയ്യുന്ന ഞാൻ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തെന്ന് അറിഞ്ഞാൽ ഒരു 8-9 മാസമായിട്ട് എല്ലാ മാസവും ഞാൻ 10 അല്ലെങ്കിൽ 20 പൊതി വെച്ച് ഞാൻ പാവങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട് കൂട്ടുകാർ വഴി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ നാട്ടിൽ വന്നു കഴിഞ്ഞ് പൊതി കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വൈഫാണ്, അവർക്ക് ഇതുപോലെ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളോട് ആലോചിച്ചു, കാരണം 6 മാസമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷമമാണ്. കാരണം ഒരുപാട് ടെൻഷനായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അനുഭവിക്കുന്ന അതേ അവസ്ഥയാണ് അവരും. ആ ചേട്ടനാണ് ഒരു ഹാർട്ട് പേഷ്യൻ്റ്, എൻ്റെ ഹസ്ബൻഡ് ഹാർട്ട് പേഷ്യൻ്റാണ്, ബ്ലോക്കുള്ള 85% ബ്ലോക്കായിരുന്നു. അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് അത് 30% ആയിട്ട് മാറ്റി. അതുപോലെ അവർക്കും അതുപോലെ തന്നെ പേസ് മേക്കർ ഉപയോഗിച്ചതാണ്. അവരുടെ ഫാമിലിയിൽ ആ ചേച്ചി മാത്രമാണ്. അപ്പം ഞങ്ങൾ കാരണം പൈസ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അനുഭവിച്ച വേദന ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും അവരെ കൂടെ സഹായിക്കണമെന്ന്. അവരെ ഞങ്ങളുടെ ഇതുകൊണ്ട് ഓട്ടോ വിളിച്ച് വിട്ട് അവരും അതിൻ്റെ പേയ്മെൻറ്റൊക്കെ ഞങ്ങൾ തന്നെ ചെയ്ത് അവർ പോയി ചെക്ക് ചെയ്തു. അവർക്കും ദൈവത്തിൻ്റെ കൃപയാൽ പിന്നെ നെഗറ്റീവാണ് റിസൾട്ട് വന്നത്. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവർ സാക്ഷ്യം പറയാൻ വരും. പിന്നെ ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനും ദൈവകുമാരനും ഈശോയി മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഇനിയുള്ള ജീവിതകാലം മുഴുവനും മാതാവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുവാനെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാം ഈശോയ്ക്കും മാതാവിനും സമർപ്പിച്ച് നന്ദി അർപ്പിക്കുന്നു. ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ തുടങ്ങിയ പിന്നെ എടുത്തു കഴിഞ്ഞ പിന്നെ എനിക്ക് ആരോടും ദേഷ്യപ്പെടാൻ തോന്നിയല്ല. മറ്റേത് വെറുതെ ആവശ്യമില്ലാതുകൊണ്ട് ദേഷ്യപ്പെടുക, പെട്ടെന്ന് ദേഷ്യം വരിക, വീട്ടിലാണെങ്കിലും ദേഷ്യം വരിക, അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതരം സ്വഭാവമായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. പിന്നെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും പുറകെ പോയിരിക്കും. പുറകെ പോയിരുന്ന വെച്ചാൽ കുർബാന എവിടെ നടക്കും, അത് കഴിയുമ്പോൾ എഴുന്നേറ്റ് വീട്ടിൽ പോരും. ഇതായിരുന്നു ഒരു ശീലം. പള്ളിയിൽ പോകുന്നതൊക്കെ അമ്മയുടെ നിർബന്ധപ്രകാരമായിരുന്നു. അമ്മ മരിച്ചുപോയി. അപ്പം അമ്മ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുർബാന കാണാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട്, കുർബാന കൈക്കൊള്ളാറുണ്ട്. എല്ലാം എൻ്റെ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്തോടുകൂടി നടക്കുന്നു. 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58:9 നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക.